ഹരേ രാമ ഹരേ കൃഷ്ണ. മെയ് മാസം അവസാനിക്കുന്നതിന് മുൻപ് ഭാഗ്യം തെളിയും. ഈ രാശിക്കാർ ഈ ആഴ്ച ലോട്ടറി എടുത്തു വെച്ചോളൂ. ബമ്പർ തീർച്ചയായും നിങ്ങൾ കടിച്ചിരിക്കും. ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പല അശുഭകരമായ കാര്യങ്ങളും ശുഭകരമായ കാര്യങ്ങളും ഈ സമയത്ത് വന്നുചേരുന്നതാണ്. ചില രാശിക്കാർക്ക് മോശം കാര്യമാണ് സംഭവിക്കുക എങ്കിൽ ചില രാശിക്കാരുടെ ജീവിതം അടിമുടി മാറി മറിയുകയും ചെയ്യും. ഇവരെ കാത്തിരിക്കുന്നത് വെച്ചടിയുള്ള ഉയർച്ചയായിരിക്കും. സൂര്യൻ മേടരാശിയിൽ നിന്ന് ഇടവത്തിലേക്ക് മെയ് 14-ന് രാശി മാറിക്കഴിഞ്ഞു. ശുക്രന്റെ രാശിയിൽ സൂര്യസംക്രമണം ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സമയത്ത് പരിഹരിക്കപ്പെടുകയും നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. മെയ് 14-ന് ഇടവ രാശിയിൽ പ്രവേശിച്ച സൂര്യൻ ജൂൺ 14 വരെ ഇവിടെ തുടരുകയും ചെയ്യും. സൂര്യന്റെ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും വലിയ മാറ്റം ഉണ്ടാക്കുമെങ്കിലും ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുന്നത്. 3 രാശിക്കാർക്കാണ് ഈ സമയത്ത് ഉയർച്ചയിൽ എത്തുവാൻ പോകുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് ഇനി നല്ല കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കും. ജോലിക്കാർക്ക് പ്രമോഷന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിലും ഇനി സന്തോഷം നിറഞ്ഞ സമയമാണ് വന്നുചേരുന്നത്. നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹവും ആദരവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സജീവമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സഞ്ചാരശീലം വർദ്ധിക്കുകയും അതുവഴി പുതിയ അവസരങ്ങളും സാധ്യതകളും തേടി വരുവാനും സാധ്യതയുണ്ട്. യാത്രകൾ കുടുംബത്തിൽ നിന്ന് ദൂരെ താമസിക്കേണ്ടി വരും. എന്നാൽ ഭാവിയിൽ ഇത് വളരെയധികം നേട്ടം കൊണ്ടുവരുന്ന കാര്യമായിരിക്കും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കുവാനും സാധ്യതയുണ്ട്. ഈ സന്തോഷകരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് സംതൃപ്തിയും സന്തോഷവും നേടുകയും ചെയ്യും. ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെയധികം ഫലപ്രദവും ലാഭകരമായിരിക്കുകയും ചെയ്യുന്നതാണ്. വളരെ കാലമായി പ്ലാൻ ചെയ്തിരുന്ന പ്രൊജക്റ്റുകളൊക്കെ തുടങ്ങി വയ്ക്കുവാൻ പറ്റിയ സമയമാണ്. വാഹന ഭാഗ്യം ലഭിക്കുകയും മുൻ സൂചിപ്പിച്ച പോലെ യാത്രകളിൽ നിന്ന് നേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരും. ഭാഗ്യ പരീക്ഷണം അനുകൂലത്തിൽ എത്തുന്നതാണ്. എന്നാൽ യുക്തിചിന്ത പരീക്ഷിക്കാതെ ന്യായമായ ഭാഗ്യം സിദ്ധിക്കുവാൻ ശ്രമിക്കുക. ശത്രുക്കളിൽ നിന്ന് അപകട സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വാക്കുകളിലും പ്രവൃത്തികളിലും ശ്രദ്ധാലുവായിരിക്കുകയും അനാവശ്യമായ വിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അനുകൂലമായ അനുഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യ സഹജമായ ആവേശവും അഹങ്കാരവും ഒഴിവാക്കേണ്ടതാണ്. പുതിയ അവസരങ്ങൾക്ക് തുറന്ന മനസ്സോടെ നിൽക്കുകയും ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുള്ള രാശിക്കാരാണ് നിങ്ങൾ. ചിങ്ങക്കൂറിലുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മേടം രാശിക്കാരാണ്. മേടരാശിക്കാർക്ക് ബിസിനസ് രംഗത്ത് നിന്ന് നേരിടേണ്ടി വരുന്ന നഷ്ടം ഈ സമയത്ത് പൂർണ്ണമായും നികത്തുവാൻ സാധിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ജോലിയിൽ കാര്യമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവൃത്തി നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും കൊണ്ടെത്തിക്കും. വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. പല വഴികളിലൂടെ പണം നിങ്ങളെ തേടിയെത്തുന്നതാണ്. കുടുംബപരമായ സ്വത്ത് ലഭിക്കുകയും
വീട് വാങ്ങുകയും ചെയ്യും. പങ്കാളിയുമായി നല്ല ബന്ധമായിരിക്കും നിങ്ങൾ. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ വിജയം നേടുന്നതിനിടയിൽ ചില പ്രതിസന്ധികളോ വെല്ലുവിളികളോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. പൊതുവിൽ ശത്രുശല്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് ശ്രദ്ധിക്കണം. പഴയ സുഹൃത്തുക്കൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും നിലവിലുള്ള പ്രശ്നങ്ങൾ വഷളാക്കുവാനും സാധ്യതയുണ്ട്. ജോലി സ്ഥലത്തെ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുകയും സഹപ്രവർത്തകരും മേലധികാരികളുമായി നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ജോലിയിലെ വ്യവസ്ഥയും സഹകരണവും പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതാണ്. ഇതുകൂടാതെ സ്ത്രീകളുമായി ഇടപഴകുന്നതിലും ജാഗ്രത പാലിക്കണം. അവരിൽ നിന്ന് മാനഹാനിയോ പണനഷ്ടമോ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അവിഹിത ബന്ധങ്ങൾ, അനാവശ്യ കൂട്ടുകെട്ടുകൾ, അപരിചിതർ ഒക്കെ ദുരിതത്തിൽ കലാശിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഇടപാടുകളിലും ജാഗ്രത വേണം. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ ഈ വാരത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങളെ ഭാഗ്യം തേടിയെത്തും. കാര്യങ്ങൾ മികച്ച രീതിയിലേക്ക് മാറുകയും ചെയ്യും. മനസ്സിലെ അസ്വസ്ഥതകൾ എല്ലാം മാറി സന്തോഷവും സംതൃപ്തിയും നിറയുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കും ഈ സമയം അനുകൂലമാണ്. ഈ വാരം പ്രധാനമായും ശ്രദ്ധയും ജാഗ്രതയും കൈവിടരുത്. പ്രശ്നങ്ങൾ എന്തുതന്നെ ഉണ്ടായാലും ധൈര്യത്തോടെയും വിവേകത്തോടെയും അവയെ നേരിടുക. ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുകയും ദശാനാഥ പ്രീതി വരുത്തുകയും ചെയ്യുക. ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഇത് ഏറ്റവും നല്ല നേരമാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. പുതിയ ആശയങ്ങൾ നിങ്ങളുടെ നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ്. ജോലി തേടുന്ന ആളുകളാണെങ്കിൽ നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസം നിങ്ങളുടെ വളരെ അധികം വർദ്ധിക്കും. വീട് എന്ന സ്വപ്നം സഫലമാകുകയും ചെയ്യും. നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വലിയ ഒരു നേട്ടമാണ് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി സന്തോഷകരമായ സംഭവങ്ങൾക്ക് വഴിയൊരുക്കും. വളരെ കാലമായി പിണങ്ങിയിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. ഈ കൂടിച്ചേരൽ നിങ്ങളുടെ ബന്ധത്തെ വളരെയധികം ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുകയും ചെയ്യും. വേണ്ടപ്പെട്ടവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനും ഈ ആഴ്ചയിൽ അവസരം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു മുൻകൈയെടുത്തൊരു വിവാഹം നടത്തി കൊടുക്കുവാനും തീരുമാനിക്കും. ഈ സംഭവം അംഗീകാരത്തിനു പുറമെ ധാരാളം സന്തോഷവും ആഘോഷങ്ങളും നിറയ്ക്കുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ചയിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. അവരുടെ പുരോഗതിയിൽ അഭിമാനം തോന്നും. അവരെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഒക്കെ മാറുന്നതാണ്. അവരുടെ വിദ്യാഭ്യാസം, ജോലി അല്ലെങ്കിൽ വ്യക്തിജീവിതം എന്നിവയിൽ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഈ ആഴ്ച നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടുകയും കൂടുതൽ ഊർജവും ഉത്സാഹവും തോന്നുകയും ചെയ്യും. എന്നിരുന്നാലും ഈ സമയം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുവാനും വ്യായാമം ചെയ്യുവാനും ധാരാളം വിശ്രമിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. മനഃശാന്തിയും ഈ ആഴ്ചയിൽ വളരെയധികം അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും സാധിക്കുന്നതാണ്. ഈ ആഴ്ച ജീവിതത്തിൽ നിരവധി നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഈ അനുകൂലമായ സമയം ഫലപ്രദമായി ഉപയോഗിക്കുകയും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് 30 അതായത് വ്യാഴാഴ്ച അവിട്ടം നക്ഷത്രക്കാരും മെയ് 31 അതായത് വെള്ളിയാഴ്ച ചതയം നക്ഷത്രക്കാരും പൂരുട്ടാതി നക്ഷത്രക്കാരുടെയും പക്കപ്പിറന്നാൾ ആയതിനാൽ
ആചാരാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്ര ദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നത് പൊതുവിൽ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.